Hello students, have a nice day. Today we are going to discuss about a property of a liquid called viscosity. This is the 5th class of plus 1 physics chapter number 10 mechanical properties of fluids. In this class we will go through the points viscosity, Stokes law and Reynolds number. Now let us discuss one by one. What is viscosity? You know that if you take some water and if you take some honey, then the flow of these two liquids are not same. That is, water will flow very easily, but the honey or glycerin etc. will not flow very easily. So here there is a kind of resistance to the flow of fluid. That is, there is a opposition to the flow of fluid. This resistance is actually similar to an internal friction, that is analogous to the friction when a solid body moves over another body. അതായത് നമ്മൾ പറഞ്ഞ ഗ്ലിസറിൻ അതേപോലെയുള്ള ഹണി ലിക്വിഡ്സും വാട്ടറൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഓയിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഒഴുകുന്നതിൻ്റെ രീതി വ്യത്യസ്തമാണ്. വാട്ടറിൽ വളരെ പെട്ടെന്ന് ഒഴുകി പോകുന്ന സമയത്ത് ഗ്ലിസറിൻ അതേപോലെയുള്ള തിക്കായിട്ടുള്ള ലിക്വിഡ്സൊക്കെ തന്നെ വളരെ സ്ലോയിലാണ് ഒഴുകുന്നുള്ളൂ. അതായത് ഇതിൻ്റെ അർത്ഥം ഈ ഫ്ലോക്കെതിരായിട്ട്, ഈ ലിക്വിഡ്സിൻ്റെ ഫ്ലോക്കെതിരായിട്ട് ഒരു ഒപ്പോസിഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ദാറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഏതിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഏതിന് അനലോഗസ് ആയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പഠിച്ചു. ഫ്രിക്ഷനിൽ ഇഫ് ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടു സോളിഡ് സർഫസ്, ദർ ഈസ് എ ഒപ്പോസിംഗ് ഫോഴ്സ്. ദിസ് ഒപ്പോസിംഗ് ഫോഴ്സ് വി കോൾ ആസ് ഫ്രിക്ഷൻ. സോ ദിസ് ഫ്രിക്ഷൻ ഈസ് അനലോഗസ് ടു ദി ഇൻറ്റേർണൽ ഫോഴ്സ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദി ഫ്ലൂയിഡ്സ്. അതായത് ഫ്ലൂയിഡ്സിൽ ഉണ്ടാവുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷന് അനലോഗസ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ദിസ് റെസിസ്റ്റൻസ് ഈസ് ആക്ച്വലി നോൺ ആസ് ദ പ്രോപ്പർട്ടി വിസ്കോസിറ്റി. ആക്ച്വലി ദിസ് വിസ്കോസിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എവറി കൈൻഡ് ഓഫ് ഫ്ലൂയിഡ്സ്. ദാറ്റ് ഈസ് ഇഫ് യു ടേക്ക് ഹണി, വാട്ടർ, ഓയിൽ എക്സെട്ര, ഇൻ ഓൾ ദീസ് ഫ്ലൂയിഡ്സ് ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരു ലിക്വിഡ്സ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനെതിരായിട്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ വിസ്കോസിറ്റി ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആദ്യം അറിയേണ്ട ടേമാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എന്താണ് നമുക്ക് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് നോക്കാം. യു ടേക്ക് എ ഫ്ലൂയിഡ്, ഫോർ എക്സാമ്പിൾ എ ഓയിൽ, ബിറ്റ്വീൻ ടു ഗ്ലാസ് പ്ലേറ്റ്സ്, രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു ഫ്ലൂയിഡായിട്ട് ഓയിൽ എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഡിഫറെൻറ്റ് ലെയേഴ്സുകളായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് the layer which is in contact with the fixed surface, അതായത് ഗ്ലാസ് പ്ലേറ്റ് ഫിക്സഡ് ആണ്. ആ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഓയിൽ ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ദെൻ ഇഫ് യു മൂവ് അപ്പ്, അതായത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ലെയറിനെ സംബന്ധിച്ചിട്ട് കുറച്ച് വെലോസിറ്റിന് ദാറ്റ് വെലോസിറ്റി ഈസ് V1. ദെൻ കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ ഇസ് വെലോസിറ്റി ഈസ് V2 ആൻഡ് V2 ഈസ് ഗ്രേറ്റർ ദെൻ V1. ദ വെലോസിറ്റി അറ്റ് ദി ബോട്ടം വാസ് 0 and now velocity is V1, V2 like that. That is, as we move up the velocity increases. The layer in contact with the top surface is moving with the velocity V. Now if you take any two layers like V2 and V3 and suppose L is the separation between these two layers, there is a difference in velocity. Here V2 is less than V3 or V3 is greater than V2. So for a length L, the difference in velocity is V3 minus V2 for a length difference L. Then if you take L as 1 unit, that is V3 minus V2 divided by L. അതായത് ഇവിടെ L എന്നുള്ളത് 1 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി V3 minus V2 divided by L, which is known as velocity gradient. So what is velocity gradient? Velocity gradient is the difference in velocities between two layers divided by the distance between these two layers. അതായത് രണ്ട് ലെയറിൻ്റെ വെലോസിറ്റികളുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ലെയറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് V3 മൈനസ് V2 ഡിവൈഡഡ് ബൈ L എടുക്കുന്നത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇത് ഏത് ലെയർ എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് ലെയറുകൾക്ക് ഇടയ്ക്കുള്ള വെലോസിറ്റികളുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ലെയറുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ റേഷ്യോനെ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കിയാൽ അറിയാം. വെലോസിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ മീറ്റർ ആണ്. മീറ്റർ ഗെറ്റ് ക്യാൻസൽ. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് സെക്കൻഡ് റൈസ് ടു -1. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം
മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ലെയറിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലെയറിൻ്റെ വെലോസിറ്റി നമ്മൾ 0 എന്ന് പറഞ്ഞു, തൊട്ടടുത്ത ലെയറിന് കുറച്ചുകൂടി വെലോസിറ്റി, അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബോട്ടം ലെയറിനെ സംബന്ധിച്ചിട്ട് ദർ ഇസ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് മച്ച് മോർ, ആൻഡ് ഫോർ ദി ലെയർ വിച്ച് ഈസ് അറ്റ് ദ ടോപ്പ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് വെരി ലെസ്. അതായത് നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒപ്പോസിഷൻ്റെ തോത് കുറയുകയാണ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് മോർ, അതായത് ഈ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം V3 - V2 ഡിവൈഡഡ് ബൈ L ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ദെൻ ദ attraction between the molecule or the force between the molecules is less and hence viscosity is less. അതായത് വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ തോത് കൂടുതലാണെങ്കിൽ, അതായത് ഈ ഡിഫറൻസ് വെലോസിറ്റിയുടെ തോത് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒപ്പോസിഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് കുറവായിരിക്കും, ആൻഡ് ഹെൻസ് വിസ്കോസിറ്റി വിൽ ബി ലെസ്. ആൻഡ് സിമിലർലി ഇഫ് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് ലെസ്, അതായത് ഈ രണ്ട് ലെയറുകൾക്കിടയ്ക്കുള്ള ഡിഫറൻസ് ഇൻ വെലോസിറ്റി കുറവാണെങ്കിൽ ദെൻ ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ വിൽ ബി മോർ ആൻഡ് ഹെൻസ് വിസ്കോസിറ്റി വിൽ ബി മോർ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ദി ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓർ ദി ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓർ വി കോൾ ഇറ്റ് ആസ് വിസ്കോസിറ്റി വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അതായത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് കൂടുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന വിസ്കോസിറ്റി കുറയുകയാണ്. അതേപോലെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് കുറയുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വിസ്കോസിറ്റി ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. നൗ യു ലുക്ക് അറ്റ് എ പോർഷൻ ഓഫ് ദി ലിക്വിഡ്. നമ്മളിപ്പോൾ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓയിലാണ്, ഓയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പോർഷൻ എടുക്കുകയാണ്, ABCD ലൈക്ക് ദാറ്റ്, ABCD ലൈക്ക് ദാറ്റ്. ദെൻ ഈ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുന്നത് കൊണ്ട് ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ലിക്വിഡിനെ സംബന്ധിച്ച് ഈ ഭാഗത്തേക്ക് കൂടുതൽ വെലോസിറ്റി ഉള്ളതുകൊണ്ട് ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി, അതായത് ഡെൽറ്റ ടി സമയത്തിന് ശേഷം നൗ ദ പോർഷൻ ഓഫ് ദ ലിക്വിഡ് ഈസ് ലൈക്ക് ദിസ് AEFB ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ദർ ഈസ് എ ഷിഫ്റ്റ്. സപ്പോസ് ലൈക്ക് ദിസ് ലെങ്ത് ആസ് ദ ഓവറോൾ ലെങ്ത് ആസ് L, നമുക്ക് ഇതിൻ്റെ മൊത്തം ലെങ്ത് എന്നുള്ളത് L എന്ന് എടുക്കാം. ആൻഡ് ദിസ് ഡിഫറൻസ് ഈസ് ഡെൽറ്റ X. And here there is a tangential force actually. If there is a tangential force, surely there will be a shearing stress. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സംബന്ധിച്ച് ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് ആണ്, മുകളിലേക്ക് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള വെലോസിറ്റി കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡിൻ്റെ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ACDB എന്നുള്ള ഈ പോർഷൻ കുറച്ച് കഴിയുന്ന സമയത്ത് ആ പോർഷൻ ഇങ്ങനെയായി മാറുന്നത്. ഈ ഭാഗത്തുള്ള ലെയറിനെ സംബന്ധിച്ച് വെലോസിറ്റി 0 ആണ്, പക്ഷേ മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കൂടുന്നത് കൊണ്ട് ഈ ഫ്ലൂയിഡിൻ്റെ പോർഷൻ ഈ തരത്തിലായി മാറുന്നു. സോ ദർ ഈസ് എ സ്ട്രെയിൻ ആൾസോ ഹിയർ. ഓക്കെ, ആൻഡ് ഹിയർ ദർ ഇസ് എ സ്ട്രെസ്, ദാറ്റ് ഈസ് എ ഷിയറിംഗ് സ്ട്രെസ്. നമ്മൾ പഠിച്ചിട്ട് സോളിഡിൻ്റെ കേസിൽ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയറിംഗ് സ്ട്രെയിൻ. പക്ഷേ ഇവിടെ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു strain rate, that is shearing stress is directly proportional to strain rate. അതായത് നമ്മളിവിടെ ടൈം കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്, സ്ട്രെയിൻ റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഷിയറിംഗ് സ്ട്രെസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ, നമുക്കിവിടെ സ്ട്രെയിൻ കണ്ടെത്തണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡയമെൻഷൻ ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഉണ്ടായ ഷിഫ്റ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഇസ് ഷിയറിംഗ് സ്ട്രെയിൻ. നമുക്ക് സ്ട്രെയിൻ റേറ്റ് തന്നെ കാണാം. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഈ ഇതിനെ സംബന്ധിച്ചാണ് ടു വാസ് ദ ഇനീഷ്യൽ ലെങ്ത് ആൻഡ് ദർ ഇസ് എ ഷിഫ്റ്റ് ഹിയർ ദിസ് ഡെൽറ്റ എക്സ് ആൻഡ് സപ്പോസ് ഡെൽറ്റ ടി ഇസ് ദ ടൈം ഇന്റർവൽ. So strain rate is delta x divided by L into delta t. Okay, and what is delta x by delta t? That is displacement divided by time interval, that is velocity divided by L. This is actually the velocity V, and L is the difference between the top layer and the bottom layer. So we call now V by L as velocity gradient. Okay, here V3 - V2 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്ത ലെയറുകൾ തമ്മിലുള്ള വെലോസിറ്റികൾ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആ ലെയറുകൾക്കിടയ്ക്കുള്ള ലെങ്ത് ആയിരുന്നു V3 - V2 ഡിവൈഡ് ബൈ. ആ റേഷ്യോ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയന്റ് പറഞ്ഞു. അതേപോലെ ഇവിടെ ഓവറോൾ ഈ
ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പ് ലെയറും ബോട്ടം ലെയറും തമ്മിലുള്ള ഓവറോൾ ലെങ്ത് L ആണ്. ഇതിൻ്റെ വെലോസിറ്റി ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ബോട്ടം ലെയറിലുള്ള വെലോസിറ്റി 0 ആയിരുന്നു, ടോപ്പ് ലെയറിലെ വെലോസിറ്റി എന്ന് പറയുന്നത് V ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് വെലോസിറ്റി പറഞ്ഞാൽ V. സോ V/L ദാറ്റ് ഈസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഷിയറിംഗ് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് കിട്ടി, അതുപോലെ സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത് V/L എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റാവുന്നത് ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് F/A. സോ F/A ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. നമുക്ക് കിട്ടിയത് V/L എന്നുള്ളതായിരുന്നു. ദാറ്റ് ഈസ് V/L. അത് ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടിയത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ എഴുതാൻ പറ്റും. ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുത്തിരിക്കുന്നു. ഈ ലെയറുകളുടെ ഡിഫറെൻറ്റ് വെലോസിറ്റീസ് 0 മുതൽ V വരെ, ഓരോ വെലോസിറ്റി V1, V2, V3 ആയിട്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് വെലോസിറ്റി കൂടുകയാണ്. അത്തരത്തിലുള്ള ഒരു ലെയർ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഒരു ഫ്ലൂയിഡ് കോൾ എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് എ ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ദർ ഇസ് എ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. ഷിയറിംഗ് സ്ട്രെസ് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ F/A. അതേപോലെ സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുക, ഈ ലിക്വിഡിൻ്റെ പോർഷൻ ആദ്യം ഉണ്ടായിരുന്ന A, B, C, D എന്നുള്ളതായിരുന്നു. ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി, നൗ ദിസ് പോർഷൻ ഈസ് A, B, F, E ലൈക്ക് ദാറ്റ്. സോ ദർ ഇസ് എ ഷിഫ്റ്റ് ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ L എന്നുള്ളതാണ് നമ്മൾ എന്തെടുക്കുന്നത്? സ്ട്രെയിൻ എന്നെടുക്കുന്നത്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ L ഇൻറ്റു ഡെൽറ്റ ടി. ദിസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് ദ വെലോസിറ്റി. സോ V/L. V/L ഈസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ് V/L. അതായത് രണ്ട് ലെയറുകൾക്കിടയ്ക്കുള്ള വെലോസിറ്റി, അതിൻ്റെ ഇടയ്ക്കുള്ള ആ വെലോസിറ്റിയുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ലെയറുകൾക്കിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ദാറ്റ് റേഷ്യോ ഇസ് നോൺ എസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ അതേപോലെ ഇവിടെ V/L ഈസ് നോൺ എസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷൻ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഓർ F/A ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V/L. So now we got the relation sharing stress is directly proportional to velocity gradient. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കാം. അത് ഷിയറിംഗ് സ്ട്രെസ് is equal to a constant that we call it as eta. This constant eta is known as coefficient of viscosity. This is known as eta. So eta into velocity gradient. So we can find the relation for eta, that is coefficient of viscosity. Eta is known as the coefficient of viscosity. So this eta is equal to sharing stress divided by velocity gradient. What was sharing stress? Sharing stress was F/A divided by velocity gradient was V/L. V is the വെലോസിറ്റി ആൻഡ് L. നമുക്ക് സൗകര്യത്തിന് സ്മോൾ എൽ എടുക്കാം. നമ്മൾ നേരത്തെ ഡിസ്കഷനിലെ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്, നമുക്ക് സൗകര്യത്തിന് സ്മോൾ എൽ എടുക്കാം. ദാറ്റ് ഈസ് F/A ബൈ V/L ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് F/L ഡിവൈഡഡ് ബൈ A ഇൻറ്റു V. ഇങ്ങനെയും എഴുതാം. അതായത് എല്ലിനെ മുകളിലേക്ക് എഴുതി A ഇൻറ്റു V. സോ ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഈറ്റ. ഓക്കെ, ഇനി നമുക്ക് ഈറ്റയെ സംബന്ധിച്ച് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി സംബന്ധിച്ച് അതിൻ്റെ യൂണിറ്റ് ഒന്ന് എഴുതി വെക്കാം. വാട്ട് വിൽ ബി ദ SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ഈറ്റ എഴുതണമെങ്കിൽ നമുക്ക് ഓരോതിൻ്റെ SI യൂണിറ്റ് എഴുതാം. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ദെൻ എല്ലിൻ്റെ മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ നോക്കൂ, ദിസ് മീറ്റർ ക്യാൻസൽ. ദെൻ ന്യൂട്ടൺ ഈസ് ഹിയർ, മീറ്റർ സ്ക്വയർ മുകളിലേക്ക് മുമ്പ് മീറ്റർ റേസ് ടു -2, സെക്കൻഡ് താഴെയാണ്. സോ ഇറ്റ് ബിക്കം ലൈക്ക് ദിസ്, ആൻഡ് മീറ്റർ റേസ് ടു -2 ഇൻറ്റു സെക്കൻഡ്. ദിസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് നോൺ ആസ് പാസ്കൽ.
നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽ എന്നാണ്. ദെൻ പാസ്കൽ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ SI യൂണിറ്റ്. നമ്മളതിൻ്റെ സൗകര്യത്തിന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് എന്നുള്ളതിന് പകരം വേറൊരു സിംഗിളായ നെയിമാണ് പോയിസെല്ലി, POISUILE or PL, പോയിസെല്ലി. സോ ദാറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, നമുക്കിതിൻ്റെ ഡയമെൻഷൻ ഫോർമുല കൂടി കണ്ടെത്താം. ഡയമെൻഷൻ ഫോർമുല കണ്ടെത്തണമെങ്കിൽ ഓരോ ഡയമെൻഷൻ എഴുതിയാൽ മതി. സോ ഡയമെൻഷൻ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻², ദെൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ L², ദെൻ വെലോസിറ്റി LT⁻⁻1. ഓക്കെ, ദെൻ ദിസ് L cancel, then here L², so it become ML⁻⁻1. പിന്നെ ഇവിടെ T⁻², ഇവിടെ T⁻⁻1 ഉണ്ട്. T⁻⁻1 മുകളിലേക്കുമ്പോൾ T⁻1 ഉണ്ടാവും. സോ T⁻⁻1 ബാലൻസ് വരും. സോ ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ML⁻⁻1 T⁻⁻1. നമുക്കറിയാം ഫ്ലൂയിഡിനെ സംബന്ധിച്ച് ലിക്വിഡ്സും ഗ്യാസുകളും ചേർന്നതാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇതിലെ ലിക്വിഡ്സിനെ സംബന്ധിച്ചിട്ട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഹണി ആയാലും വേണ്ടില്ല, വാട്ടർ ആയാലും ഇതിൻ്റെയൊക്കെ തന്നെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. That is, viscosity of liquids decreases with the temperature where it increases in the case of gases. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്ലൂയിഡ്സിൻ്റെ നമുക്കറിയാവുന്ന ചില ഫ്ലൂയിഡ്സിൻ്റെ വിസ്കോസിറ്റീസ് നോക്കാം. വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ്സ് വിസ്കോസിറ്റീസ് 1 mPa ആണ് അതിൻ്റെ വാല്യൂ, വിസ്കോസിറ്റിയുടെ വാല്യൂ. ദെൻ ടെമ്പറേച്ചർ കൂടി 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് ഇറ്റ് റെഡ്യൂസസ്, ഇറ്റ് ഈസ് 0.3. ആൻഡ് ഫോർ ബ്ലഡ് ഇറ്റ് ഈസ് മച്ച് തിക്കർ കമ്പയർഡ് ടു വാട്ടർ. At 37 degrees Celsius, its viscosity is 2.7. Then for honey, it is much more viscous compared to water, and it is 200. Glycerin adinekal viscous aanu, it is 830 its values viscosity. And for air, it is surely a gas. At 0 degrees Celsius, its viscosity is 0.017 mPa. And at 40 degrees Celsius, that is temperature increases, then viscosity also increases from this value to 0.019, its value. Okay, so in the case of gases, we can say that if temperature increases, then viscosity also increases. അടുത്തതായി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. എ മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ 0.10 മീറ്റർ സ്ക്വയർ, ഇതാണ് മെറ്റൽ ബ്ലോക്ക്, ഈസ് കണക്റ്റഡ് ടു എ 0.010 കിലോഗ്രാം മാസ്. അത് ഒരു പുള്ളി വഴി, ഒരു സ്ട്രിങ് വഴി ഒരു മാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് പാസസ് ഓവർ ആൻ ഐഡിയൽ പുള്ളി ആൻഡ് ദിസ് പുള്ളി ഈസ് മാസ്ലെസ് ആൻഡ് ആൾസോ ഫ്രിക്ഷൻലെസ്. മാസും ഫ്രിക്ഷനൊക്കെ ആൾമോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ തിരിക്കുന്നത്. എ ലിക്വിഡ് വിത്ത് എ ഫിലിം തിക്നെസ് ഓഫ് 0.30 മില്ലിമീറ്റർ, അതായത് ഇവിടെ ഒരു ലിക്വിഡ് ഫിലിം ഉണ്ട്, അതിൻ്റെ തിക്നെസ് 0.30 മില്ലിമീറ്റർ ആണ്. ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ദ ടേബിൾ. ഈ ടേബിളിൻ്റെയും ബ്ലോക്കിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലിക്വിഡ് ഫിലിം ഉണ്ട്. ആൻഡ് ദിസ് ഈസ് റിലീസ്ഡ്, ദാറ്റ് ഈസ് ദിസ് ബ്ലോക്ക് ഈസ് റിലീസ്ഡ്, ഇറ്റ് മൂവ്സ് ടു ദ റൈറ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 0.085 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇത് റിലീസ് ചെയ്ത ഈ മാസ് ഇവിടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ദിസ് ബ്ലോക്ക് മൂവ്സ് ടുവേഴ്സ് ദി റൈറ്റ്. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഈ ലിക്വിഡ് ഫിലിം ഉണ്ടാക്കിയിരിക്കുന്ന ലിക്വിഡിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ദി സ്ട്രെയിൻ റേറ്റ്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈറ്റ എന്നുള്ളത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നോക്കൂ, ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ദർ ഈസ് എ മാസ് 0.01 കിലോഗ്രാം. സോ ഷുവർലി ദർ ഈസ് എ വെയിറ്റ്. ആ വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദി ടെൻഷൻ. അതായത് വെയിറ്റ് താഴത്തേക്കാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ടെൻഷൻ മുകളിലേക്ക് ഉണ്ടായിരിക്കും. ദിസ് വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദി tension in the string. So tension is weight, it is mg. What is m? M is 0.01 into 9.8. That is നമുക്ക് പവർ ആക്കി എഴുതാം 9.8 into 10⁻⁻² Newton. So that is the tension. This tension is actually the shearing force. ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണിത്. That is shearing force. Shearing force is equal to
9.8 into 10 raised to minus 2 Newton. അപ്പോൾ നമുക്കിവിടെ ഷിയറിംഗ് സ്ട്രെസ് കണ്ടെത്താം. What will be shearing stress? Shearing stress is equal to shearing force divided by area. Shearing force നമുക്ക് കിട്ടി, that is 9.8 into 10 raised to minus 2 divided by area. മെറ്റൽ ബ്ലോക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.10 മീറ്റർ സ്ക്വയർ ആണ്, 0.10. സോ ദാറ്റ് അബൌട്ട് ദി ഷിയറിംഗ് സ്ട്രെസ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് സ്ട്രെയിൻ റേറ്റ് ആണ്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്, ദാറ്റ് ഈസ് V/L. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നുണ്ട് കോൺസ്റ്റന്റ് സ്പീഡ്, ദാറ്റ് ഈസ് 0.085 ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഫിലിമിൻ്റെ തിക്നെസ് ആണ്, അതായത് ഈ തിക്നെസ് ആണ്, ദാറ്റ് ഈസ് 0.30 മില്ലിമീറ്റർ ആണ്. സോ 0.3 into 10 raised to minus 3 മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ റേറ്റ് കിട്ടി, അതേപോലെ ഷിയറിംഗ് സ്ട്രെസ്സും കിട്ടി. അപ്പോൾ നമുക്ക് ഈറ്റ കണ്ടെത്തണം. ഈറ്റ ഈസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ദി സ്ട്രെയിൻ റേറ്റ്. ഈറ്റ ഈസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ strain rate, that is shearing stress is equal to 9.8 into 10 raised to minus 2 divided by 0.10 into, അത് നമുക്കതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ചെഴുതാം, ദാറ്റ് ഈസ് സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ബൈ ദിസ്. അപ്പോൾ അതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം, ദാറ്റ് ഈസ് 0.3 into 10 raised to minus 3 divided by 0.085. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന ആൻസർ 3.45 into 10 raised to minus 3 Pascal second or Poiseuille. So that is the coefficient of viscosity of the liquid film. ആ ലിക്വിഡ് ഫിലിം ഉണ്ടാക്കിയിരിക്കുന്ന ലിക്വിഡിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് 3.45 into 10 raised to minus 3 Pascal second. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈറ്റയുടെ റിലേഷൻ ആണ്. ഈറ്റ എന്ന് പറഞ്ഞാൽ that is the ratio of shearing stress to the strain rate or the velocity gradient. ഷിയറിംഗ് സ്ട്രെസ് നമ്മൾ കണ്ടെത്തി, അതിന് വേണ്ടിയിട്ട് ആദ്യം ഫോഴ്സ് കണ്ടെത്തി, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ കിട്ടിയപ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടി, അതേപോലെ സ്ട്രെയിൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് V/L കണ്ടു, അതിൻ്റെ റേഷ്യോ കണ്ടപ്പോൾ നമുക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടി. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്റ്റോക്സ് ലോ. നമുക്ക് ഇത്തരത്തിൽ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. വെൻ എ ബോഡി ഫാൾസ് ത്രൂ എ ഫ്ലൂയിഡ് ഓർ എ ലിക്വിഡ് ഇറ്റ് ഡ്രാഗ്സ് ദ ലെയർ ഓഫ് ഫ്ലൂയിഡ് അലോങ് വിത്ത്, അതായത് ഒരു സോളിഡ് ബോഡി ഒരു ഫ്ലൂയിഡിലേക്ക്, ഫോർ എക്സാമ്പിൾ ഹണി, അത്തരത്തിലുള്ള ഫ്ലൂയിഡിലേക്ക് ഒരു സോളിഡ് ബോഡീനെ വീഴാൻ അനുവദിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ സോളിഡ് ബോഡി അതിനോട് കണക്ട് ചെയ്ത് വരുന്ന, അതിനോട് അറ്റാച്ച് ചെയ്തുള്ള ആ ഫ്ലൂയിഡ് ലെയറിനെ കൂടി ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. ദാറ്റ് ഈസ് വെൻ എ ബോഡി ഫാൾസ് ത്രൂ എ ലിക്വിഡ് ഇറ്റ് ഡ്രാഗ്സ് ദി ലെയർ ഓഫ് ഫ്ലൂയിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ് ആൻഡ് ദ ബോഡി എക്സ്പീരിയൻസ് എ റിട്ടാർഡിങ് ഫോഴ്സ്. അതായത് ആ സോളിഡ് ബോഡിയെ സംബന്ധിച്ചിട്ട് ഒരു ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് അല്ല കിട്ടുക, അതായത് അത് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഫ്ലൂയിഡ് ലെയറിനെയും കൂടി അത് ഡ്രാഗ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിന് റിട്ടാർഡിങ് ഫോഴ്സ് അനുഭവപ്പെടും. ഇനി എങ്ങനെയാണ് റിട്ടാർഡിങ് ഫോഴ്സ്, ഏതെല്ലാം റിട്ടാർഡിങ് ഫോഴ്സാണ് അവിടെ ഉണ്ടാവുക നോക്കാം. അതായത് ബോഡി അവിടെ റെസ്റ്റിലിരിക്കുകയാണെങ്കിലും ബോഡി മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്കറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സോളിഡ് ബോഡി ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ആൻഡ് ദിസ് അപ്വേർഡ് ഫോഴ്സ് ഇസ് കോൾഡ് ഇറ്റ് ആസ് ബോയൻസി. ദാറ്റ് ഈസ് വെൻ എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഓർ മോഷൻ ഇറ്റ് എക്സ്പീരിയൻസസ് എ ബോയൻസി. പക്ഷേ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റിലല്ല, മൂവ് ചെയ്യുന്ന കേസാണെങ്കിൽ ഇറ്റ് വിൽ ആൾസോ എക്സ്പീരിയൻസ് എ വിസ്കസ് ഡ്രാഗ് ആൾസോ. അതായത് ഈ ബോഡി മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണെങ്കിലും അതിനൊരു വിസ്കോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നതിന് എതിരായിട്ട് ഒരു വിസ്കസ് ഡ്രാഗ് കൂടി അവിടെ ഉണ്ടാവും. അതായത് ഈ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിനോട് കണക്ട് ചെയ്യുന്ന ആ ലെയർ ഓഫ് ഫ്ലൂയിഡിനെ കൂടി അത് ഡ്രാഗ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരു വിസ്കസ് ഡ്രാഗ് കൂടി അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് വെൻ എ ബോഡി ഹാസ് എ വെലോസിറ്റി ഇറ്റ് ഓൾസോ എക്സ്പീരിയൻസസ് എ വിസ്കസ് ഡ്രാഗ്. ഇക്വേഷൻ ഫോർ വിസ്കസ് ഡ്രാഗ് ഈസ് ഗിവൺ ബൈ സ്റ്റോക്സ് ലോ. അപ്പോൾ സ്റ്റോക്സ് ലോ തരുന്നത് ഈ വിസ്കസ് ഡ്രാഗിൻ്റെ റിലേഷനാണ്. അതായത് നമുക്ക് സിറ്റുവേഷൻ ഇതാണ്. കൺസിഡർ എ സ്ഫിയർ having a radius a, it is moving with a velocity through a fluid with a coefficient of viscosity eta. That is, consider a sphere of radius a falls down with a velocity v through a liquid of coefficient of viscosity eta. Then the viscous drag is given by the equation F is equal to 6 pi eta a v. 6 pi is surely a constant. Eta is the coefficient of viscosity of the fluid and a is the radius of that sphere. ആ ബോഡിയുടെ ഡയമെൻഷനാണ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഇസ് ദ വെലോസിറ്റി. ആൻഡ് ഫ്രം ദിസ്
It's clear that these are all constants. 6 is a constant, eta is a constant. ഒരു സ്ഫിയറിനെ സംബന്ധിച്ച് അതിൻ്റെ റേഡിയസും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയും വിസ്കസ് ഡ്രാഗിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് ഇഫ് വെലോസിറ്റി ഇൻക്രീസസ് ദെൻ വിസ്കസ് ഡ്രാഗ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി സ്റ്റോക്സ് ലോ പ്രകാരം ഉള്ള വിസ്കസ് ഡ്രാഗിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to 6 pi eta a v. So here force is directly proportional to the velocity. That means if the velocity of the body increases then viscous drag also increases. Now again consider the situation. Here we are considering a sphere of radius a. Initially before it is dropping, velocity v is equal to 0. So viscous drag is 0. Then we are dropping it with a velocity v. So what will happen? The weight of the sphere will acting downwards, that is mg. Then as the ball comes down, it is accelerating. That means velocity is increasing. Velocity കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഒരു വിസ്കസ് ഡ്രാഗ് ഉണ്ടായിരിക്കും. നമുക്ക് പറഞ്ഞു വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് വിസ്കസ് ഡ്രാഗും കൂടുന്നു. അപ്പോൾ എം ജി എന്നുള്ള വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു, വിസ്കസ് ഡ്രാഗ് എന്നുള്ള ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് വെലോസിറ്റിയുടെ വാല്യൂ കൂടുന്നതിൻ്റെ ഫലമായിട്ട് വിസ്കസ് ഡ്രാഗിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് ദ വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ബാലൻസ്ഡ് ബൈ ദി വിസ്കസ് ഡ്രാഗ്. അതായത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന വിസ്കസ് ഡ്രാഗിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി എം ജിക്ക് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ ആകിക്കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അതിന് മുന്നേ ആയിട്ട് ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ട്. കാരണം എഫ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എം ജി താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് ഇൻ ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ when viscous force or viscous drag F is equal to mg, then the net force is 0, then the v is not at all increasing, then the v stops increasing. അതായത് v പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയല്ല ചെയ്യുന്നത്, v is having a uniform value. അതായത് അത് വരെ ബോഡിയുടെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ, അതായത് വിസ്കസ് ഡ്രാഗ് ബിക്കം ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി, ദെൻ വി സ്റ്റോപ്സ് ഇൻക്രീസിങ്. അതായത് വിയുടെ വാല്യൂ പിന്നെ കൂടുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ആക്സലറേഷൻ, വിൽ ഹാവ് എ യൂണിഫോം വാല്യൂ ആൻഡ് ദാറ്റ് യൂണിഫോം വാല്യൂ വി കോൾ ഇറ്റ് ആസ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് വെൻ വിസ്കസ് ഫോഴ്സ് ബിക്കം ഈക്വൽ ടു എം ജി, that is mg is acting downwards, viscous force is acting upwards. When they are equal, v stops increasing. That means we will have a uniform value, that is there is no increasing for v, that is the body is still moving down with a uniform velocity. After that body will have a uniform velocity. That uniform velocity we call it as vt or terminal velocity. So at that condition mg is equal to 6 pi eta a vt. At that time the velocity become terminal velocity. So what will be the equation for terminal velocity? Vt is equal to mg divided by 6 pi eta a. So that is the expression for terminal velocity, mg divided by 6 pi eta a. ഒരു സോളിഡ് ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ താഴത്തേക്ക് വരുന്ന സമയത്ത് വി ഹാവ് ടു കൺസിഡർ ദ ബോയൻസി ഓൾസോ. അതായത് ആ ഫ്ലൂയിഡിലൂടെ വരുന്ന ബോഡി റെസ്റ്റിലാണെങ്കിലും അത് മോഷനാണെന്ന് വെച്ചാലും നമ്മൾ ബോയൻസി കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോഡി വെലോസിറ്റി എന്നുള്ള വി എന്നുള്ള വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ വിസ്കസ് ഡ്രാഗ് ഉണ്ടാവും. അതുകൂടാതെ ഒരു ബോയൻ ഫോഴ്സ് കൂടി അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ വി ആർ കൺസിഡറിങ് ദിസ് ബോയൻസി ഓൾസോ. സോ കൺസിഡറിങ് ബോയൻസി, സാധാരണഗതിയിൽ എം മാസുള്ള ബോഡിയുടെ വെയിറ്റ് എം ജി ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇങ്ങനെ എം ജി വെയിറ്റ് ഉള്ള ഈ ബോഡി താഴത്തേക്ക് വരുന്ന സമയത്ത് പാർട്ട് ഓഫ് ദ ഫ്ലൂയിഡ് വിൽ ബി ഡിസ്പ്ലേസ്. നമുക്കറിയാം according to Archimedes principle, if there is a body is immersed in a fluid, it experiences an upward force, and that upward force we call it as buoyant force. That buoyant force is equal to the weight of the displaced liquid. അതായത് എത്ര ലിക്വിഡ് ആണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് എം ജി ആണ്. ദാറ്റ് എം ജി ക്യാൻ ബി റിട്ടൺ ആസ് എം ഡെൻസിറ്റി ഇൻറ്റു വോളിയം, where rho is the density of the sphere and v is the volume of the sphere and g, rho bg. Then weight of the displaced liquid, weight of the displaced liquid is equal to, what will be the displaced liquid weight? Sigma is taken as the density of that fluid. അതായത് ഇതിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് സിഗ്മ എന്നുള്ളതാണെങ്കിൽ സിഗ്മ ഇൻറ്റു v into g. Sigma is the density of the fluid,
വി എന്ന് പറഞ്ഞാൽ സെയിം വോളിയം ആയിരിക്കും. അതായത് സ്ഫിയറിന്റെ വോളിയം എന്തായിരിക്കും, അത്രയും വോളിയം ഫ്ലൂയിഡ് ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വോളിയം സെയിം ആയിരിക്കും. സോ റോ വി ജി ഇസ് ദി വെയിറ്റ് ഓഫ് ദി ഡിസ്പ്ലേസ് liquid and that is in the upward direction and the weight mg is acting in this downward direction. So to take the resultant weight or the net weight, so the weight you have to take as rho vg minus sigma vg. That can be written as rho minus sigma into v into g. So here we have to take the net weight as rho minus sigma into Vg instead of this mg. So the terminal velocity Vt will be equal to rho minus sigma Vg divided by 6 pi eta into a. You know V is the volume of the sphere or the volume of the displaced fluid. So the volume of the sphere is taken as 4 by 3 pi a cube. Because a is the radius of the sphere, so v is taken as 4 by 3 pi a cube. So you can substitute this v here. So the equation becomes Vt is equal to rho minus sigma. Then instead of this 4 by 3 pi a cube into g. അപ്പോൾ v ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 4 by 3 pi a cube. Then താഴെ വരുന്ന ക്വാണ്ടിറ്റീസ് പിന്നെ 6 pi eta a. Okay, then we can cancel the terms. Pi can cancel. Then this a cube, there is 3 here a cube and that is a square become a square. Then here is 6, so 2 and 3. So the equation becomes Vt is equal to, what's the remaining, here is 2 here. Then here is 2 by 9, 3 into 3, 9. Then here is a square. Then rho minus sigma into g all divided by താഴെ 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് eta. So this is expression for terminal velocity. Terminal velocity Vt is equal to 2 by 9 a square rho minus sigma into g divided by eta, 9 eta. That is expression for terminal velocity. Here if we consider the different quantities, 2 by 9 is a constant, then eta is again a constant, rho and sigma densities of fluid and sphere, and g is again a constant. So we can find that Vt is directly proportional to a square. What is a? A is the dimension of the body to be immersed. That is, here a is the radius. That means if the sphere is having more radius, more diameter, then its terminal velocity will be more. That is, Vt is directly proportional to a square. Now let us do a problem related to the topic that we studied. The terminal velocity of a copper ball of radius 2 millimeter falling through a tank of oil at 20 degrees Celsius is 6.5 centimeter second. അതായത് ടെർമിനൽ വെലോസിറ്റി എന്നത് 6.5 സെൻറ്റിമീറ്റർ സെക്കൻഡ് ആണ്. കോപ്പർ ബോളിൻ്റെ റേഡിയസ് വന്നിട്ട് 2 millimeter. കമ്പ്യൂട്ട് ദ വിസ്കോസിറ്റി ഓഫ് ദ കോയിൽ അറ്റ് 20 degree Celsius. ഈറ്റയാണ് കണ്ടെത്തേണ്ടത്. ദെൻ ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ ഈസ് ഗിവൺ 1.5 into 10⁻³ ദെൻ ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് ഗിവൺ as 8.9 into 10⁻3. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടെത്താം. നമ്മൾ പഠിച്ചു ടെർമിനൽ വെലോസിറ്റി എക്സ്പ്രഷൻ Vt is equal to 2 by 9 a square rho minus sigma g divided by eta. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ഈറ്റയുടെ വാല്യൂ ആണ്. ഓൾ അതർ വാല്യൂസ് ആർ ഗിവൺ. സോ ഈറ്റ ഈസ് ഈക്വൽ ടു 1. നമുക്ക് ഈറ്റേനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, വീട്ടിനെ ഇങ്ങോട്ട് എടുക്കാം. ദറ്റ് ഈസ് 2 by 9 a square rho minus sigma g then 9 Vt. All values are given. So eta is equal to 2 by 9, that is a square is the radius, that is 2 millimeter, that is 2 into 10⁻³ the whole square. Rho minus sigma, rho is density of copper 8.9 into 10⁻³, there is 1.5 into 10⁻³. So take the difference, 8.9 minus 1.5, that is 7.4 into 10⁻³, that is rho minus sigma into 9.8 all divided by 9 into eta is given as, viscosity is given as
And here Vt is given as, that is terminal velocity is given as 6.5 centimeter. So 6.5 into 10 raised to minus 2 meter per second. If you do all this substitution, you will get the answer as 0.99 Pascal second. So that is the value of coefficient of viscosity. So we are applying a direct equation for terminal velocity, and using that equation you can easily find the value of eta. Now we have studied what do you mean by a streamline flow and a turbulent flow. If the rate of flow of liquid is very large, then the flow will no longer will be a streamline flow, it will be a turbulent flow. അതായത് ആ റേറ്റ് ഓഫ് ഫ്ലോയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഫ്ലോ എന്നത് സ്ട്രീംലൈൻ ഫ്ലോ ആയിരിക്കില്ല, അത് ടർബുലന്റ് ഫ്ലോ ആയി മാറും. റെയ്നോൾഡ് ഡിഫൈൻ ആൻഡ് dimensionless constant, that is Reynolds number, which give an idea whether the flow is turbulent or streamline, and this number is known as Reynolds number. Reynolds number Re, and its expression is given by rho v d divided by eta, where rho is the density of the fluid and v is the speed of the flow and d is the diameter of the pipe or the dimension of the pipe. ഏത് പൈപ്പിലൂടെയാണ് ഫ്ലൂയിഡ് ഒഴുകുന്നത്, ആ പൈപ്പിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമെൻഷനാണ് ഡി എന്ന് പറയുന്നത്. ആൻഡ് ഈറ്റ ഇസ് ദി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ദിസ് റോ ഇസ് ദി density of fluid and v is the speed and d is the dimension of pipe and eta is the coefficient of viscosity. Okay, then is value range is given by, if Re, the value of Re is having a value less than 1000, then the flow is a streamline flow. Then flow is streamline. Then if R is having a value greater than 2000, രണ്ടായിരത്തിൽ കൂടുതലാണെങ്കിൽ, then the flow is turbulent flow. And in between, if the value of R is in between 1000 and 2000, then it is a mixed flow. So Reynolds introduce a dimensionless number which give an approximate idea whether the flow is a streamline or a turbulent. So based on its values we can determine whether the flow is a turbulent flow or whether the flow is a streamline flow. അതായത് streamline flow in turbulent flow എന്നുള്ള ഈ സിഗ്നിഫിക്കൻസ് നമുക്ക് ആവശ്യം വരുന്നത്, വാട്ടർ ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഫ്ലോ ഒരുപാട് ടർബുലന്റ് ആയി കഴിഞ്ഞാൽ, വെലോസിറ്റി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ക്രാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ടെക്നോളജിയിലൊക്കെ തന്നെ ഈ ഫ്ലോ ടർബുലന്റ് ആണോ അതേപോലെ അല്ലെങ്കിൽ സ്ട്രീംലൈൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റേറ്റ് ഓഫ് ഫ്ലോ ഇൻ സെക്കൻഡ്, അതായത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ 1 second should be more and at the same time the flow should be a streamline flow. അതായത് വോളിയം ഒരുപാട് കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വെലോസിറ്റി കൂട്ടി വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവിടെ ഈ പൈപ്പിൻ്റെ വാളിൽ എന്ത് വരും, കൂടുതൽ പ്രഷർ വരികയും ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് ആ സാഹചര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫ്ലോ ടർബുലൻ്റ് ആണോ അല്ലെങ്കിൽ അത് സ്ട്രീംലൈൻ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ആറിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്താണ്. അപ്പോൾ ആറി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റോ, ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ആൻഡ് വി എന്ന് പറയുന്നത് സ്പീഡാണ്. നമുക്ക് ആറി കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം വി കൂടുന്നതിനനുസരിച്ച് ആറിയുടെ വാല്യൂ കൂടും. അതേപോലെ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് കൂടുന്ന സമയത്തും ആറിയുടെ വാല്യൂ കൂടും. ഈറ്റയുടെ വാല്യൂ കുറയുന്ന സമയത്താണ് ആറിയുടെ വാല്യൂ കൂടുന്നത്. അപ്പോൾ ഈ ആറിയുടെ വാല്യൂ ഈ ലിമിറ്റിൻ്റെ ഇടയ്ക്കാക്കി മാറ്റുന്നതനുസരിച്ചുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലോ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, റൈറ്റ് ഫ്ലോ എന്ന് പറയുന്നത് that is Q is A into V, where A is the area, V is the velocity. This can be written as Q is equal to area എന്നുള്ളതിന് പേര് നമുക്ക് എഴുതാം pi r square, r പറഞ്ഞാൽ d/2 ആണ്. So pi d square by 4 into V. So that is the value of Q, where V is the speed.
സ്പീഡ് ഓഫ് ഫ്ലോ ആണ് v എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ r യുടെ എക്സ്പ്രഷനിൽ കൊടുക്കാം. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു റോ v എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ v എന്നുള്ളത് നേരിട്ട് എഴുതാൻ പറ്റും. v ഈസ് ഈക്വൽ ടു 4q ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. ആ വിയുടെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. സോ റോ ഇൻറ്റു വിക്ക് പകരമായിട്ട് 4q ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ഡി ബൈ ഈറ്റ. ഓക്കെ, ദിസ് ഡി സ്ക്വയർ ഡി get cancel, so we will get as rho 4q divided by pi d into eta. ഓക്കെ, നമ്മൾ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ദെൻ q ഡിവൈഡഡ് ബൈ 3.14 ഇൻറ്റു diameter is 1.25 centimeter, so 1.25 into 10⁻² into eta is 10⁻³ നമുക്ക് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1.018 into 1.019 into 10⁻⁸ meter cube per second into cube. So that is the value of r, 1.019 into 10⁻⁸ meter cube per second into cube. Then value of q is given as here 0.48 liter per minute. നമുക്ക് അതിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കാം. ദാറ്റ് ഈസ് 0.48 into 1000 divided by 60, അതായത് ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ്. അതിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാം. അതായത് ഒരു സെന്റിമീറ്റർ പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ് ആകുമ്പോൾ 10⁻�6 per second, that is 8 into 10⁻�6. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് നേരിട്ട് ക്യൂവിന്റെ വാല്യൂ ആയിട്ട് ഇതിൽ കൊടുക്കാം. സോ ദ വാല്യൂ ഓഫ് r is equal to 1.019 into 10⁻8 into 8 into 10⁻�6. You will get the answer as 815 എന്നുള്ള വാല്യൂ കിട്ടും. And its value is less than 1000. So the flow is steady. Okay, now after some time the flow rate is increased to 3 liter per minute. Now the flow rate is 3 liter per minute, that is 3 into 1000 by 60. You'll get the answer as 50 centimeter cube per second. നമുക്ക് അതേ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 50 into 10⁻⁻6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതേപോലെ തന്നെ ആറിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r is equal to ആറിയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 1.019 into 10⁻8 into 50 into 10⁻⁻6. You will get the answer as 5095. And this value is much greater than 2000. So the flow is turbulent. അപ്പോൾ ആറിയുടെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ അല്ലെങ്കിൽ സ്റ്റഡി ആണോ ടർബുലന്റ് ആണോ നമുക്ക് അറിയാൻ കഴിയും. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻസ്റ്റന്റിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒക്കെ എന്തിന്റെ ആ ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് ഒരേപോലെ തന്നെ ആയിരിക്കും. എല്ലാ പാർട്ടിക്കിളും ഫോളോ ചെയ്യുന്ന ഒരേ പാത്തായിരിക്കും. അത്തരത്തിലുള്ള ഫ്ലോയാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ വരുന്ന സമയത്ത് പല പാർട്ടിക്കിളിന് പല രീതിയിലുള്ള സ്പീഡ് ആവുന്നതിന്റെ ഫലമായിട്ട് ചില പാർട്ടിക്കിൾ മറ്റേ പാർട്ടിക്കിൾ ഓവർടേക്ക് ചെയ്യും. അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിന്റെ വാൾസിലൊക്കെ തന്നെ കൂടുതൽ പ്രഷർ വരികയും അങ്ങനെ പൈപ്പ് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഫ്ലോ ടർബുലന്റ് ആണോ അല്ലെങ്കിൽ ഫ്ലോ സ്ട്രീം ലൈൻ ആണോ എന്നുള്ളത് ഈ ആറിയുടെ വാല്യൂ നോക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്ലൂയിഡിന്റെ പ്രധാന പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഫ്ലൂയിഡ്സും ഐഡിയൽ വൺസ് അല്ല. All fluids exhibit a kind of internal resistance to this flow, and this internal resistance is analogous to the friction that is produced in solids, and we call this property as viscosity. And also we derive the expression for coefficient of viscosity eta, and also we discuss about Stokes law, that is if you take a body and if you drop it into a fluid and it will experience a viscous drag, and that viscous drag is given by the equation F is equal to 6 pi eta AV, where A is the radius of the board and V is the velocity. And finally we discuss about the Reynolds number. The value of Reynolds number is given by R is equal to rho Vd divided by
eta, where rho is the density of the fluid and v is the velocity and d is the diameter of the pipe and eta is the coefficient of viscosity. And based on the value of Re, we can determine whether the flow is turbulent or streamline. If the value of R is less than 1000, the flow is streamline or steady, and if the value of R is greater than 2000, the flow is turbulent, and if the value is in between 1000 and 2000, the flow is a mixer one. And in the next class, we will study about another important property of fluid called the surface tension. So wish you all the best. Thank you.